കുറിച്ചിട്ടും അല്ലെങ്കിൽ ദൈവികതയെ കുറിച്ചൊക്കെ പല രീതിയിൽ ആളുകൾ പറയുന്നുണ്ട്. ദൈവം എന്ന് പറയുന്ന സങ്കല്പം, അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിക്കട്ടെ, ഞാൻ വിശ്വസിക്കുന്ന ശക്തി നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും അദ്ദേഹത്തിനെ അനുവദിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് അങ്ങനെയായിരുന്നു എന്നാ പറയുന്നത്. വലിയ ശക്തിയിൽ വിശ്വസിക്കാൻ തുടങ്ങണം. ഞാൻ ഇത് ഇങ്ങനെ നിർവചിച്ചു. തികച്ചും അസാധ്യമായ എന്റെ മദ്യപാന രോഗത്തെ അതിജീവിക്കാൻ കഴിയണമെങ്കിൽ ആ ശക്തി തികച്ചും അനിവാര്യമാണ്. ഇവിടെ വളരെ കൃത്യമാണ്. ഒരു വലിയ ശക്തിയിൽ വിശ്വസിക്കാൻ തുടങ്ങണം. അസാധ്യമായ എന്റെ മദ്യപാന രോഗമാണ്. പല മാർഗങ്ങൾ പരീക്ഷിച്ച് പരാജയപ്പെട്ട ഈ മദ്യപാന രോഗത്തെ അതിജീവിക്കണമെങ്കിൽ ആ ശക്തി അനിവാര്യമാണ്. ആ ശക്തി എന്താ? മദ്യം തന്നെക്കാൾ വലിയ ശക്തിയാണെന്നുള്ള തിരിച്ചറിവ് ഇവിടെ ആൽക്കഹോളിക്കിന് വരിക. കാരണം എത്രയോ വട്ടം ഇനി ഞാൻ ആ നശിച്ച കുപ്പി കൈകൊണ്ട് തൊടില്ല എന്ന് പറഞ്ഞ് വീണ്ടും പോയിട്ട് കുടിക്കുക. അപ്പൊ മദ്യത്തിന് തന്നെക്കാൾ ശക്തിയുണ്ട് എന്നുള്ള തിരിച്ചറിവ് വരുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ഈ പ്രപഞ്ചത്തിൽ പല കാര്യങ്ങളും എന്നെക്കാൾ ശക്തനാണ്. ഒരു വലിയ ശക്തി, എന്നെക്കാൾ 2-3 പേര് കൂടിക്കഴിഞ്ഞാൽ എന്നെക്കാൾ വലിയ ശക്തിയായി മാറി. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയതയെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, വളരെ ഇങ്ങനെ കൊണ്ടുവരാ, ഒറ്റയിടല നിലത്തേക്ക്. വലിയ ശക്തിയിൽ വിശ്വസിക്കാൻ തുടങ്ങണം. അത് എന്തോ ആയിക്കൊള്ളട്ടെ, എവിടെ നിർബന്ധങ്ങളൊന്നുമില്ല. തികച്ചും അസാധ്യമായ എന്റെ മദ്യപാന രോഗത്തെ അതിജീവിക്കാൻ കഴിയണമെങ്കിൽ ആ ശക്തി തികച്ചും അനിവാര്യമാണ്. വേണ്ടത്ര ശക്തിയുടെ അഭാവം അതെന്താ? സ്വന്തം വില്ലിലാണ്. എനിക്ക് സ്വയം സാധ്യമല്ല ഇത് നിർത്താൻ. പല അനുഭവങ്ങളുണ്ട്. എന്റെ ഭാര്യ എത്ര പറയുന്നു, എന്റെ കുഞ്ഞുങ്ങള് എന്നെ കുറ്റപ്പെടുത്തുന്നു, പല രീതിയിൽ എന്റെ കുടുംബത്തിൽ പട്ടിണി ഉണ്ടാവുന്നു, പക്ഷെ കൂടി നിർത്താൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാ? അവിടെ വേണ്ടത്ര ശക്തിയുടെ അഭാവം അയാളുടെ മനസ്സിലുണ്ട്. അയാളുടെ സ്വന്തം വില്ല് വർക്ക് ചെയ്യുന്നില്ല. നാളെ ജോലി പോകും, അല്ലെങ്കിൽ ഈ കുടി തുടർന്നാൽ എന്റെ ലിവർ നശിച്ച് മരിക്കും എന്ന് പറഞ്ഞിട്ടും കുടിക്കുക. നാളെ മരിക്കും എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ സംഭവിക്കുന്നത്? ആ ശക്തി അവിടെ ഉണ്ടാവുന്നില്ല, വിൽ പവർ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അവിടെയാണ് അതിൽ വിശ്വസിക്കാൻ തുടങ്ങണം എന്ന് അദ്ദേഹം കണ്ടെത്തിയതിനെ കുറിച്ചാണ് പറയുന്നത്. കുടി എന്നെ മാനസികവും നിരാശയും നിറഞ്ഞൊരു ഘട്ടത്തിലേക്ക് നയിച്ചു. അതിൽ നിന്നുള്ള മോചനം എനിക്ക് സങ്കല്പിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് പറയാം. AA പ്രോഗ്രാം പ്രവർത്തിച്ചു. അടുത്ത ഇതാണ്. അതിനാൽ നാം ആദ്യം സുബോധം നിലനിർത്തേണ്ടതുണ്ട്. നമ്മിൽ പലരും അത് മനസ്സിലാക്കാൻ തുടങ്ങി. നമുക്കത് AA ഉപയോഗപ്പെടുത്തി സാധിക്കുമെന്ന് മനസ്സിലായി. നാം ഒന്നുകൂടി ആവശ്യമില്ലാത്തത് അല്ലെങ്കിൽ വിയോജിപ്പുള്ള മതപരവും ആത്മീയവുമായ ആശയങ്ങളെക്കാൾ നമ്മൾക്ക് കൂടുതൽ AA പരിപാടി പരിചിതമായതോടെ AA പദ്ധതിയിൽ നമ്മൾ അതിന്റെ ആഴത്തിലുള്ള ആത്മീയതയുടെ ആവശ്യം മനസ്സിലാക്കാൻ തുടങ്ങി. AA 12 പടികളുടെ ശൈലി രൂപപ്പെടുത്തിയത് എന്നാണ് പറയുന്നത്. നമ്മെക്കാൾ ഒരു വലിയ ശക്തി, നമ്മൾ മനസ്സിലാക്കുന്ന ദൈവം എന്നിങ്ങനെ 2 ശൈലിയിൽ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങിയതാണ്. ആൽക്കഹോളിക്സ് അനോണിമസിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്, നമ്മെക്കാൾ വലിയൊരു ശക്തി, നമ്മൾ മനസ്സിലാക്കുന്ന ദൈവം എന്നിങ്ങനെ 2 ശൈലിയിൽ. ഇത്രയേ ഉള്ളൂ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പടികളെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. മദ്യരഹിതമായിട്ട് തനിക്ക് ഇന്ന് തന്റെ വില്ലില് ഒരു കാലത്തും തനിക്ക് നിർത്താൻ കഴിയാതിരുന്നത് തന്റെ മദ്യപാന രോഗത്തെ മാറ്റാൻ വേണ്ടിയിട്ട്. 2 കാര്യങ്ങളാണ്. നമ്മെക്കാൾ വലിയൊരു ശക്തിയെ വിശ്വസിക്കുക. അത് നമ്മൾ മനസ്സിലാക്കുകയാണ്. വേറുള്ളവർ പറയണ ദൈവമൊന്നുമല്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ദൈവം മതി. വേറൊന്നും ഇവിടെ ആവശ്യമില്ല. അതിനാദ്യം വേണ്ടത് എന്താ? സുബോധം നിലനിർത്തണം. മതത്തിന്റെ സങ്കല്പങ്ങളോ ആത്മീയതയുടെ സങ്കല്പങ്ങളോ നമ്മൾ യോജിക്കുന്നുണ്ടോ ഇല്ലെങ്കിലോ, അത്തരം സങ്കല്പങ്ങൾ നമുക്ക് വേണ്ട എന്നാണെങ്കിലോ, നമ്മിൽ പലരും AA പ്രോഗ്രാം പ്രവർത്തിക്കുമെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി എന്നാ പറയുന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ ഈ പറയുന്ന മതത്തിന്റെ സങ്കല്പങ്ങളൊന്നും നിങ്ങൾ വിശ്വസിക്കണ്ട. നിങ്ങൾക്ക് ആത്മീയ സങ്കല്പങ്ങളും നിങ്ങൾ വിശ്വസിക്കണ്ട. നിങ്ങൾക്ക് ഈ പറയുന്ന ഈ ഇതിൽ പറയുന്ന പഴമക്കാർ പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത്തരം സങ്കല്പങ്ങളായിട്ടും നിങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം പ്രവർത്തിക്കും. അത് മനസ്സിലാക്കാൻ തുടങ്ങി എന്ന് അദ്ദേഹം പറയുന്നത്. നമുക്ക് സാധിക്കുന്നത് പോലെ AA പദ്ധതിയുമായി ഇഴുകിച്ചേർന്ന് ഉപയോഗപ്പെടുത്തി നാം ഒന്നുകൂടി AA 12 പടികളുമായി കൂടുതൽ യോജിപ്പുള്ളവരായി, ഭൗതികവും ആത്മീയവുമായ ആശയങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ കൂടുതൽ അവയുമായി കൂടുതൽ പരിചിതമായതോടെ AA 12 പടികളുടെ ആഴത്തിലുള്ള പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങി. AA 12 പടികളുടെ ശൈലി, നമ്മെക്കാൾ വലിയ ഒരു ശക്തി, ദൈവം, നമ്മൾ അദ്ദേഹത്തെ മനസ്സിലാക്കിയതുപോലെ തുടങ്ങിയ AA പരമ്പരാഗത പ്രതിബദ്ധത നമ്മിൽ പലർക്കും ആശ്വാസം പകരുന്നതാണെന്നാണ് പറയുന്നത്. ഇവിടെ വളരെ കൃത്യമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പടികളെ
ഈ 12 പടികളെയൊക്കെ എങ്ങനെയാണ് കൃത്യമായിട്ട് നമ്മൾ വിനിയോഗിക്കേണ്ടത്? വളരെ സിമ്പിളാ, അത്ര ലളിതമായിട്ട് പറയേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയതയെ പിടിച്ച് സങ്കീർണമാക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടത്ര ഒരു വലിയ ശക്തിയിൽ വിശ്വസിക്കുക. അത് പ്രപഞ്ചത്തിലുള്ള എന്തൊരു കാര്യത്തിലായിക്കോട്ടെ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയിലാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? മദ്യരഹിതമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം വേണോ? നിങ്ങൾക്ക് പ്രവർത്തിക്കും. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയതയെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇഷ്ടമല്ലാത്ത ഷെയർ എണ്ണുമ്പോൾ കഴുക്കോൽ എണ്ണം പറയും. ഇപ്പൊ കഴുക്കോൽ ഉണ്ടാവില്ല, ഈ ടെറസാണ്. അപ്പൊ എന്താ എണ്ണ എന്നുള്ള നമ്മൾ ആലോചിക്കണം എന്തായാലും. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഏതൊക്കെ നമ്മൾക്ക് ഇവിടെ മദ്യരഹിതമായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസ് പ്രത്യേകമായ ഒരു രീതി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആ വലിയ ശക്തി എന്താ, അത് നീ മനസ്സിലാക്കിക്കോ. നിന്റെ അണ്ടർസ്റ്റാൻഡിങ്, നീ വേറെ രീതിയിൽ വേറെ ആളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് പോകേണ്ട കാര്യമൊന്നുമില്ല എന്നാ പറയുന്നത്. അടുത്ത ഇതിലേക്ക് വരാം. എന്തെങ്കിലും വിശ്വസിക്കുന്നതിലേക്കായി ഞാൻ തത്വശാസ്ത്രം, ആത്മീയത, ഈസ്റ്റേൺ മതങ്ങൾ തുടങ്ങിയ ബുക്കുകൾ വായിച്ചു. മീറ്റിംഗിൽ അംഗങ്ങളുടെ അനുഭവ കഥകൾ കേട്ട് അവർ വിശ്വസിക്കുന്ന വലിയ ശക്തിയെ വിശ്വസിക്കാൻ ശ്രമിച്ചു. ഞാൻ പ്രാർത്ഥിക്കുവാനും പള്ളിയിലേക്ക് തിരിച്ചു പോകാനും പോലും തയ്യാറായി. എല്ലാ തരത്തിലുമുള്ള വലിയ പ്രയത്നങ്ങളാൽ ഞാൻ എന്നെ വലിയ ശക്തിയെ പറ്റിയുള്ള സ്വയം വിദ്യാഭ്യാസ ബോധവൽക്കരണം തുടർന്നുവെങ്കിലും ഞാൻ എന്ത് വിശ്വസിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയ ദിവസങ്ങൾ പ്രാർത്ഥിക്കാതെ തുടങ്ങിയ ദിവസങ്ങളെക്കാൾ നന്നായി കടന്നുപോയി. ഞാൻ എൻ്റെ കിടക്കയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. വിശ്വസിക്കാൻ വേണ്ടി പല ആളുകൾ ചെയ്ത അദ്ദേഹത്തിന്റെ അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. ഞാനും പലപ്പോഴായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തുടക്കകാലത്തൊക്കെ തത്വശാസ്ത്രപരമായ പുസ്തകങ്ങൾ വായിക്കുക, ആത്മീയത വായിക്കുക, ഈസ്റ്റേൺ മതങ്ങൾ, പുറത്തുള്ള കിഴക്കിന്റെ മതങ്ങളെ കുറിച്ച് പറയുന്നത് നമ്മുടെ ബുദ്ധമതം അടക്കമുള്ള മതങ്ങളെ കുറിച്ചാണെന്നാണ് എൻ്റെ ധാരണ. മീറ്റിംഗിൽ അംഗങ്ങളുടെ അനുഭവ കഥകൾ കേട്ട് അവർ വിശ്വസിക്കുന്ന വലിയ ശക്തിയെ വിശ്വസിക്കാനുള്ള ശ്രമമാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം ആരംഭിക്കുകയാണ്. പ്രാർത്ഥിക്കാനും പള്ളിയിലേക്ക് തിരിച്ചു പോകാനൊക്കെ പറ്റി, പക്ഷേ വലിയ ശക്തിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം തുടർന്നു. പക്ഷെ എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ എന്ത് വിശ്വസിക്കണമെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ നിസ്സഹായാവസ്ഥയെ കുറിച്ച് അദ്ദേഹം പരിതപിക്കുകയാണ് അവിടെ. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അവിടെ ഒരു പോസിറ്റീവ് സാധനം വരുന്നുണ്ട്. എന്താ? ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയ ദിവസങ്ങൾ പ്രാർത്ഥിക്കാതെ തുടങ്ങിയ ദിവസങ്ങളെക്കാൾ നന്നായി കടന്നുപോയി. ഞാൻ എൻ്റെ കിടക്കയിലിരുന്ന് പ്രാർത്ഥിക്കാൻ, അദ്ദേഹം പല കാര്യങ്ങൾ നോക്കി അവസാനം അദ്ദേഹം പ്രാർത്ഥിച്ച സ്ഥലം എവിടെയാ? അദ്ദേഹത്തിന്റെ കിടക്കയാ. ആ കിടക്കയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കിടക്കയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ അമ്പലങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ ഒന്നും പോകാതെ തന്റെ കിടക്കയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയ ദിവസങ്ങൾ നന്നായി. എന്താ പ്രാർത്ഥന? പ്രാർത്ഥന എന്നോടുള്ള അർത്ഥനയാണ്. ഞാൻ എന്നോട് ആവശ്യപ്പെടുകയാണ്. അത് അദ്ദേഹം പറഞ്ഞു വരുന്നത്. പല ശ്രമങ്ങൾ നോക്കി ഞാൻ പറയുകയാണ്, മാറ്റുവാൻ പറ്റാത്തവയെ ദൈവമേ എന്ന പദം മാത്രമല്ല വരുന്നത്. മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കാനുള്ളത് എന്താ മാറ്റുവാൻ പറ്റുന്നത് എന്ന് ഇത് നിരന്തരമായി പറഞ്ഞാൽ നമ്മിൽ പ്രവർത്തിക്കും എന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് ഓരോ പ്രാർത്ഥനകളും, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പ്രാർത്ഥനകളുണ്ട്. ഒരു പ്രാർത്ഥനയും സ്വാർത്ഥതയുടെ ഒരു കണിക പോലും ഇല്ലാത്ത, മറ്റുള്ളവരെ മനസ്സിലാക്കപ്പെടാൻ പറ്റണേ, ഞാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമേ എന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രാർത്ഥനകൾ എല്ലാം പറയുന്നത്. വളരെ രസകരമായി പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രാർത്ഥനകളാണ് ആൽക്കഹോളിക്സ് അനോണിമസ് മുന്നോട്ട് വെക്കുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയത എന്ന് പറയുന്നത് കൃത്യമായി പ്രവർത്തിക്കുന്ന ഒന്നാ. നിർജീവമായ ഒന്നും തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഇല്ല. അതാ അദ്ദേഹം പറഞ്ഞത്. കിടക്കയിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നാണ്. പ്രാർത്ഥിച്ചു തുടങ്ങിയ ദിവസങ്ങൾ വളരെ നന്നായി പോയി. അമ്പലത്തിലോ പള്ളിയിലോ മോസ്കിലോ ഒന്നും പോകേണ്ട കാര്യമില്ല എന്നാണ് അവിടെ പറയുന്നത് കൃത്യമായിട്ട്. അടുത്ത ഇതിലേക്ക് പോകാം. ആത്മീയതയുടെ പല വഴികൾ. നമ്മിൽ പലരും ഉന്നത ശക്തിയെ, എയുടെ കൂട്ടായ അധികാരത്തെയോ അതോ എ ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കളെയോ ആശയത്തെയോ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങി. ഈ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞ മാതിരി കൂട്ടായിട്ടുള്ള അധികാരം, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയെ വിശ്വസിക്കുന്ന ആളുകൾ, ഗ്രൂപ്പിനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഏതെങ്കിലും വസ്തു, ഈ പറയുന്ന ഇതുവരെ ആളുകൾ പറയുന്ന ദൈവസങ്കല്പത്തിൽ ഒന്നുമല്ലാത്ത ഒരു ദൈവത്തിനെ, ഡിങ്കിനെ വിശ്വസിക്കാം. പല രീതിയിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് ആ വ്യക്തിയുടെ തികച്ചും വ്യക്തിപരമായ ഒരു സാധനമാണ്. അപ്പോൾ അത് ഒരാൾക്ക് വിവേചിച്ചറിയാൻ വേണ്ടി അവിടെ സഹായിക്കുകയാണ്. എന്റെ സ്പോൺസർ എന്റെ സ്വന്തം സങ്കല്പത്തിലുള്ള വലിയ ശക്തിയെ തിരഞ്ഞെടുക്കാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചു. അവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സ്പോൺസർഷിപ്പിനെ കുറിച്ച് ആത്മീയതയുടെ കാര്യത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്റെ സ്വന്തം സങ്കല്പത്തിലുള്ള ഒരു യഥാർത്ഥ സ്പോൺസർ എന്താ ചെയ്യുന്നത്? തന്റെ സ്പോൺസി അദ്ദേഹത്തിന്റെ സങ്കല്പത്തിലുള്ള, അദ്ദേഹത്തിനെ തന്റെ ചിന്തയിലേക്ക് കൊണ്ടുവരാനല്ല യഥാർത്ഥ സ്പോൺസർ ശ്രമിക്കുക. ആ സ്പോൺസിയുടെ സങ്കല്പത്തിലുള്ള വലിയ ശക്തിയെ, കാരണം സ്പോൺസർക്ക് ഒരു ഉദ്ദേശമാണ്, സ്പോൺസർ മദ്യപിക്കാതിരിക്കണം.
അല്ലാണ്ട് സ്പോൺസറുടെ ആശയങ്ങൾ പുറത്ത് പ്രചരിപ്പിക്കേണ്ട ആളല്ല സ്പോൺസി. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ യഥാർത്ഥമായ ജീവിത രീതിയിലൂടെ പോകുന്ന സ്പോൺസറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് തന്റെ സ്പോൺസിയെ അയാളുടെ സങ്കല്പത്തിലുള്ള ശക്തിയെ തിരഞ്ഞെടുക്കാൻ പ്രോത്സാഹിപ്പിച്ചു. അതിന് ലിംഗഭേദ ആവശ്യമില്ല എന്നാ പറയുന്നത്. ഒരു പേര്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനസികമായിട്ടുള്ള ആട്രിബ്യൂട്ടുകൾ, മാനസികമായിട്ടുള്ള പല രീതിയിലുള്ള സംഭവങ്ങൾ അതിനാവശ്യമില്ല. എന്നെക്കാൾ വലിയ ശക്തി, അത് മാത്രം മതി. അത് വീണ്ടും വീണ്ടും എടുത്തു പറയണം വളരെ കൃത്യമായിട്ട്. എന്നെക്കാൾ വലിയൊരു ശക്തി, മനുഷ്യരുടെ കൂട്ടായ്മയായ ഫെല്ലോഷിപ്പിനെ ഞാൻ വലിയ ശക്തിയായി തിരിച്ചറിഞ്ഞു. ഇവിടെ ഫെല്ലോഷിപ്പിനെ തന്നെ ശക്തിയായിട്ട് തിരിച്ചറിഞ്ഞു. അതിലുപരി കൂടുതൽ നന്നായി 12 പടികൾ സ്വീകരിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പടികൾ, അതെന്താ? പ്രാവർത്തികമാക്കുന്നതാ. അല്ലാണ്ട് മീറ്റിംഗിൽ നമ്മൾ ചെല്ലുന്നതല്ല. സ്വന്തം ജീവിതത്തിലെ ഓരോ വ്യവഹാരങ്ങളിലും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തത്വങ്ങളെ നടപ്പിലാക്കേണ്ടതാണ്. എന്റെ സ്വന്തമായ വഴിയിൽ നിന്നും വിടവാങ്ങി, അവിടെയും പ്രധാനപ്പെട്ട ഒരു കാര്യം കിടക്കുക. ഞാൻ എന്റെ തലച്ചോറെ കണ്ടല്ലോ, അവിടെ മാറ്റി വെക്കാൻ തയ്യാറാവണം. സ്വന്തമായ വഴിയിൽ നിന്ന് വിടവാങ്ങി എന്റെ സഹയാത്രികരുടെ വേലിക്കെട്ടുകളില്ലാത്ത സ്നേഹം വഴി ശാന്തമായ ഒരു ഉൾവിളിയെ ദൈവത്തെ ഒപ്പം കണ്ടെത്തി എന്നാണ്. അവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയത കൃത്യമായി കിടക്കുന്നത്. എന്താ? സ്വന്തമായ വഴിത്തിരിയിൽ നിന്ന് മാറിയിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിലെ മറ്റംഗങ്ങളെ അവരോടുകൂടി സഹാനുഭൂതിയോടുകൂടി പെരുമാറാൻ, അവരുടെ വാക്കുകൾ കേൾക്കാൻ, വേലിക്കെട്ടുകളില്ലാത്ത, ഇതിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ സ്നേഹം, ആ ശാന്തത, അതിലാണ് ദൈവത്തെ കണ്ടെത്തിയത്. മറ്റൊരാളെ അൺമ്യൂട്ട് ചെയ്യുമ്പോൾ പറഞ്ഞ് അവനെ തെറി വിളിക്കാൻ, അല്ലെങ്കിൽ അവൻ കുറച്ച് 5 മിനിറ്റ് ഷെയറിങ് കൂട്ടിക്കഴിഞ്ഞാല് അതിനെതിരെ വർത്താനം പറഞ്ഞിട്ട് ഞാൻ അവിടെ ദൈവത്തെ കണ്ടെത്തിയിട്ടില്ല. ആ ദൈവത്തെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അവിടെ വേലിക്കെട്ടുകളില്ലാത്ത സ്നേഹം ഉണ്ടാവണം എനിക്ക്. അവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയത ഉള്ളത്. മറ്റു പല ആശയങ്ങളും സമീപനങ്ങളും ദൈവത്തെ പറ്റി ഉണ്ടായിരുന്നു. അത് വിവേകപൂർവ്വം സുബോധം നിലനിർത്തി മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിച്ചു. പ്രോഗ്രാം എങ്ങനെ നമ്മളെ അതിനായി സഹായിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു എന്നാണ്. മറ്റു പല ആശയങ്ങൾ ഉണ്ടായിക്കോട്ടെ ദൈവത്തെക്കുറിച്ച്. സുബോധം നിലനിർത്തി മദ്യപിക്കാതെ മുന്നോട്ട് പോകണം. അതിന് നമ്മളെ എങ്ങനെ സഹായിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്നാണ് പറയുന്നത്. അടിസ്ഥാന ബുദ്ധ സംഹിതകൾ സംയോജിപ്പിച്ച് എന്റെ പരിശീലനങ്ങൾ ഞാൻ തുടർന്നു കൊണ്ടിരുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയാണ്. പതിവ് മീറ്റിങ്ങുകൾ, സേവനം, പുതുമക്കാരുടെ കൂടെ ജോലി ചെയ്യുന്നു, സാഹിത്യം വായിക്കുന്നു, 12 പടികൾ പിന്തുടർന്ന് ജീവിക്കുന്നു. ഞാനൊരു അത്ഭുതകരമായ വഴി കണ്ടെത്തി. ദൈവത്തോടുള്ള എന്റെ ബന്ധം മെച്ചപ്പെടുത്താനുള്ള വഴി എന്റെ മനസ്സിലാക്കലനുസരിച്ച് ശാന്തത ആധാരമാക്കിയുള്ള ജീവിതമാണ്. ഇപ്പോഴും എനിക്ക് ആകുലതകളും കോപവും എല്ലാം ഉണ്ട്. അവ ജീവിതം കൊണ്ടുവരുന്ന വികാരങ്ങളാണ്. പക്ഷേ അവയെ കുറേശ്ശെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഇവിടെ പറയുകയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ട് അദ്ദേഹം വായിക്കുന്ന രീതി, അത് ബുദ്ധസംഹിതയോ എന്തായിക്കോട്ടെ, അതൊക്കെ അദ്ദേഹത്തിന്റെ തികച്ചും വ്യക്തിപരമായ രീതിയിൽ പോകുന്നുണ്ട്. അവിടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് എന്താ? ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, സേവനം ചെയ്യുന്നുണ്ട്, കഷ്ടപ്പെടുന്ന മദ്യാസക്തരെ സഹായിക്കുന്നുണ്ട്, പുതുമക്കാരോടൊപ്പം അവരെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. 12 പടികള് പിന്തുടർന്ന് ജീവിക്കുകയാണ്. എല്ലാ തലങ്ങളിലും അദ്ദേഹം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എയുടെ സാഹിത്യങ്ങൾ വായിക്കുന്നുണ്ട്. ഒരു അത്ഭുതകരമായ വഴി കണ്ടെത്തുകയാണ്. ദൈവത്തോടുള്ള ബന്ധം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്നെ ദൈവത്തെ കണ്ടെത്താൻ പറ്റുകയാണ്. ബൈബിളിൽ പറയുന്ന രീതിയിൽ മനുഷ്യന്റെ ആലയം, മനുഷ്യൻ ശരീരം, അവന്റെ ശരീരമാണ് അവന്റെ ആലയം. ശബരിമല എഴുതി വെച്ച തത്വമസി, എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും ഒക്കെ തന്നെ കൃത്യമായിട്ട് എന്താ പറയുന്നത്? അതാത് മനുഷ്യൻ തന്നെയാണ്, നീ തന്നെയാണ് ദൈവം. ഗുരു കണ്ണാടി പ്രതിഷ്ഠിച്ചപ്പോ കണ്ണാടിയിലൂടെ നിന്നെ കാണാൻ പറഞ്ഞ സങ്കല്പം എന്താ? ഇതൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയത മനുഷ്യന്റെ ഉള്ളിൽ, ആ മനുഷ്യനാണ് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, മറ്റുള്ളവരോട് കരുണയോട് കൂടിയുള്ള പ്രവർത്തനമാണ് ദൈവത്തെ കൊണ്ടുവരിക എന്ന് പറയുന്നത്. ആ രീതിയിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ, ഈ പറയുന്ന ആൽക്കഹോളിക്സ് അനോണിമസിന്റെ എല്ലാ കാര്യങ്ങളെയും ഒപ്പം കൊണ്ടുപോകുമ്പോൾ എന്റെ കോപവും ആകുലതകളൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്നതാണ്. അത് 11ാമത്തെ പടിയിലെത്തിയാൽ പോലും കൃത്യമായിട്ട് നമ്മളോട് പറയുന്നത് എന്താ? ആത്മീയതയുടെ ചിറകടിച്ച് നീ പറക്കുമ്പോഴും കാലുകൾ നിനക്ക് ഭൂമിയിൽ നിൽക്കണം. വളരെ മദ്യം തന്ത്രശാലിയായ ശത്രുവാണ്. നിന്നെ വീഴ്ത്തുന്ന 11ാമത്തെ പടി പറയുക. 11 പടി ചെയ്തിട്ട് 12ാം പടി എത്തുന്നതിന് മുന്നേ ലാസ്റ്റ് പറയുന്നതാണ്. ആ അധ്യായം അവസാനിപ്പിക്കുന്നതിന് മുന്നേ അവിടെ പറയുന്നത് എന്താ? അപ്പോ അത്ര രീതിയിൽ ആൽക്കഹോളിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് പൂർണ്ണമായിട്ട് വികാരങ്ങളെ ഒന്നും മാറ്റിമറിക്കാനൊന്നും കഴിയില്ല. പക്ഷെ വളരെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പറയുന്നത്. നമ്മൾ പലരും വ്യത്യസ്ത വിശ്വാസ വ്യവസ്ഥകളിൽ നിന്നും വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നും എയിൽ വരുന്നു. എന്നിരുന്നാലും എല്ലായ്പ്പോഴും അവ ഉൾക്കൊള്ളാനായി എയിൽ ധാരാളം വിസ്താരമുള്ള സ്ഥലമുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏത് മതമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതി എന്തൊന്നും പ്രശ്നമല്ല. ഇത് ഇവിടെ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുക. ഇതിനൊക്കെ മാറ്റി മറിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നാലൊന്നും ഇതാവില്ല.
ആൽക്കഹോളിക്സ് അനോണിമസിനെ ഇപ്പം അങ്ങോട്ട് മറിച്ചു കിടക്കാന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇറങ്ങിയിരുന്നു. ഇന്ന് എന്താ ഉണ്ടായേ? നമ്മൾ തന്നെ കണ്ടതാണ്. ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നത് നാളെ കൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഷെയറിങ്ങൾ മാറ്റാൻ ഭയങ്കര മോശമാണ്. ഞാൻ ഇപ്പൊ പാരമ്പര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടുത്തെ ചികിത്സാലയങ്ങൾ പാരമ്പര്യം വായിക്കും തെറ്റാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ എന്താ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആൽക്കഹോളിക്സ് അനോണിമസിനൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ വിസ്താരമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന് അങ്ങനെ ആർക്കും ഒന്നും ചെയ്യാനൊന്നും സാധ്യമല്ല. അതങ്ങനെ അന്നത്തെ കാലത്തും അത് പറയുകയാണ് അവര്. ഇതൊക്കെ തുടക്കകാലം മുതലേ ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് എഴുതി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഏഴിൽ അംഗങ്ങൾക്കെല്ലാം അവരുടെ വിശ്വാസം അവർക്ക് ഏറ്റവും മികച്ച രീതിയിൽ പരിശീലിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ കൃത്യമായിട്ട് പരിശീലിക്കാൻ ഏഴ് സ്ഥലമുണ്ട്. ഏഴ് മറ്റുള്ളവൻ പറയണമെന്നൊന്നും കേൾക്കേണ്ട കാര്യമില്ല. ഇവിടെ മദ്യരഹിതമായ സുബോധാവസ്ഥ ഉണ്ടാവുക, നമ്മൾ മറ്റുള്ള ആളുകളെയൊക്കെ പരിഗണിച്ചും കൊണ്ട് നല്ല രീതിയിൽ പോവുക. നിങ്ങളുടെ വിശ്വാസം എന്താണോ ആ രീതിയിൽ നിങ്ങൾക്ക് ആൽക്കഹോളിക്സ് അനോണിമസിൽ ഇരിക്കാൻ പറ്റുന്ന പറയുന്നത്. അടുത്തൊരാളുടെ അനുഭവമാണ്. ഞാൻ ഒരു സ്യൂക്സ് ബ്ലാക്ക് ഫുഡ് സ്ത്രീയാണ്. ഞാൻ ഏഴ് സുബോധമായി വർഷങ്ങളായി. നമ്മൾ പലരും വലിയ ആത്മാവിനെ വിശ്വസിക്കുന്നു. അത് കണ്ടെത്തിയത് എനിക്കൊരു വലിയ ആശ്വാസമായിരുന്നു. എന്നേക്കാൾ ഉയർന്ന ശക്തിയിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നു. ഞാൻ ഏയിൽ ചേർന്നപ്പോൾ എന്റെ വിശ്വാസങ്ങളിൽ ഏതെങ്കിലും ഭാഗം ഉപേക്ഷിക്കേണ്ടി വന്നില്ല. ഏയിലെ വെളുത്ത മനുഷ്യരുടെ ലോകത്ത് ജീവിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. എന്റെ ജനതയുടെ എല്ലാ തനതായ പാരമ്പര്യങ്ങളും ആചാരങ്ങളും നിലനിർത്തുവാനും ചടങ്ങുകൾ നടത്തുവാനും തുടരുവാനും എനിക്ക് കഴിഞ്ഞു. വാസ്തവത്തിൽ എന്റെ വിശ്വാസങ്ങളെ കൂടുതൽ ബലപ്പെടുത്തി. എന്റെ ഏയിലെ അംഗത്വം എന്നെ ഒന്നിൽ നിന്നും വിലക്കിയിട്ടില്ല. അതെനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം തന്നു. കൃത്യമായിട്ടുള്ള ഒരു ബ്ലാക്ക് ഫുട്ടായിട്ടുള്ള സ്ത്രീ. അന്നത്തെ കാലാവസ്ഥയിലൊക്കെ അവര് പറയുന്ന അടിമത്തമൊക്കെ വളരെ രീതിയിൽ വർണ്ണവിവേചനമൊക്കെ ഉള്ള കാലത്തുള്ള അവരുടെ അനുഭവമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന അതേ രീതിയിൽ തന്നെയാണ്. അതിനെ വിശദീകരിക്കുന്നൊന്നുമില്ല. സഹിഷ്ണുതയുടെ ആത്മാവ് ഏയിൽ ശക്തമാണ്. എല്ലാതരം വിശ്വാസങ്ങളിലും പാരമ്പര്യങ്ങളിലുമുള്ള അംഗങ്ങൾ പൊതുവായി നമ്മുടെ മോചന പദ്ധതിയെ പൊതുസ്ഥലമായി കാണുന്നു. നമ്മുടെ പരിപാടിയിൽ നമ്മുടെ നിലപാടിന്റെ അടിസ്ഥാനം അത് തന്നെയാണ്. ഇവിടെ കൃത്യമായിട്ട് പറയാണ് സഹിഷ്ണുത. മറ്റുള്ളവരെ മനസ്സിലാക്കുക, മറ്റുള്ളവരോടുള്ള സഹിഷ്ണുത ഉണ്ടാവുക. എല്ലാ തരത്തിലും സഹിഷ്ണുത ഉണ്ടാവണം. അതല്ലാതെ നമുക്ക് ദേഷ്യം വരിക, മറ്റുള്ളവർ പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് സംഭവിച്ചു പോകുന്നതാണ്. പക്ഷെ അതാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ വേണ്ടത് എന്നാ പറയുന്നത്. എല്ലാതരം വിശ്വാസങ്ങളിലും പാരമ്പര്യങ്ങളിലുമുള്ള അംഗങ്ങൾ പൊതുവായി നമ്മുടെ മോചന പദ്ധതിയെ പൊതുസ്ഥലമായിട്ട് കാണുകയാണ്. നമ്മുടെ നിലപാടിന്റെ അടിസ്ഥാന തറ അതാന്നാ പറയുന്നത്. ഞാനൊരു ഭക്തിയുള്ളവനും കത്തോലിക്ക സഭയിൽ അംഗവുമാണ്. അതൊരു എൻ്റെ അനുഭവത്തിന്റെ പ്രധാന ഭാഗമാണ്. ശക്തിയുടെയും പ്രത്യാശയുടെയും ഭാഗം ഞാൻ എൻ്റെ അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. ഞാനൊരു മീറ്റിംഗിൽ സംസാരിക്കുന്ന ഓരോ തവണയും ഇതിനെക്കുറിച്ച് പറയാനുള്ള യോഗ്യത നേടിയതായി എനിക്ക് തോന്നുന്നില്ല. ബുദ്ധനെ സൂചിപ്പിച്ചുകൊണ്ട് രംഗം സംസാരിക്കുന്നത് തികച്ചും എനിക്ക് ശരിയാണ്. മുഹമ്മദ്, യഹോവ അല്ലെങ്കിൽ എന്ത് പേരായാലും അത് അവരുടെ ഉയർന്ന ശക്തിയാണ്. അത് ഉയർന്ന ശക്തിയാണ് എന്നാ പറയുന്നത്. കത്തോലിക്ക സഭയിൽ അംഗമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം അത്യുന്നതനായ സ്വർഗത്തിലുള്ള പിതാവിനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ വേറൊരാള് മീറ്റിംഗിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അയാള് ബുദ്ധനെ കുറിച്ച് പറഞ്ഞോട്ടെ, യഹോവയെ കുറിച്ചോ മുഹമ്മദിനെ കുറിച്ചോ എന്ന് പറഞ്ഞോട്ടെ, അത് അവരുടെ ഉന്നത ശക്തിയാണെന്ന് പറയുന്ന ആ സഹിഷ്ണുത ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗങ്ങൾക്ക് ഉണ്ടാവുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ അസ്വസ്ഥനാകുന്ന ഒരു കാര്യം, ആരെങ്കിലും ബൈബിൾ, ഖുറാൻ, തൽമൂദ് അല്ലെങ്കിൽ ഏതെങ്കിലും നോൺ സാഹിത്യത്തെ ഏഴേലെ മീറ്റിംഗിൽ പരാമർശിക്കുമ്പോഴാണ്. പക്ഷെ അവർക്ക് തീർച്ചയായും പരാമർശിക്കാൻ അല്ലെങ്കിൽ അതിലെ ചെറിയ ഉദ്ധരണിക്ക് പോലും ഉദ്ധരിക്കാൻ ചുരുക്കത്തിൽ മടിക്കേണ്ട. ഈ ഭാഗങ്ങൾ ഏതെങ്കിലും ഭാഗത്ത് അവരുടെ അനുഭവത്തിന്റെ ഭാഗമാണെങ്കിൽ മാത്രം. ഇവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വിശാലമായ വീക്ഷണം നമ്മുടെ മുന്നിൽ കാണുന്നത്. നമ്മൾ അസ്വസ്ഥമാകുമ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ബൈബിളിനെ കുറിച്ച്, ഖുറാനെ കുറിച്ച്, താൽമൂദ് അല്ലെങ്കിൽ അതേ പറഞ്ഞ നോൺ ആൽക്കഹോളിക്സ് അനോണിമസിന് പല ആളുകൾ കണ്ടിട്ടില്ലേ, ഇത് ഏയുടെ സാഹിത്യമല്ല, ഇതെന്തിനാ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടെന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ എന്തിനാവൻ പറഞ്ഞ് അതിനെക്കുറിച്ച് അവൻ പറയാറുണ്ട്, അവൻ ഇങ്ങനെ പറയുന്നുണ്ട്, മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ട് എന്നൊക്കെ അവൻ പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പൊ അതിൽ പോലും ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത് എന്താ പറയുക, അനുഭവത്തിന്റെ ഭാഗമാണ് ഖുറാനും ബൈബിളോ അല്ലെങ്കിൽ നിങ്ങളുടെ പറയുന്ന ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കേണ്ടി വരുമ്പോൾ അത് നിങ്ങൾക്ക് ഉദ്ധരിക്കാന്നാ പറയുന്നത്. നിങ്ങളുടെ അനുഭവത്തിന്റെ ഭാഗമായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഉദ്ധരിക്കാം. അതിന് നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രം എന്നും കൂടി എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ചിന്തിക്കണം. സ്വയം കൃത്യമായ സ്വാതന്ത്ര്യം തരുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ വിവേകത്തോടു കൂടി അവരവർ ചിന്തിക്കണം എന്നാ പറയുന്നത്. എന്റെ 18 വർഷത്തെ മോചന പരിപാടിയിൽ ഞാൻ പലപ്പോഴും മതത്തെക്കുറിച്ചുള്ള അനുചിതമായ ധാരാളം സംവാദങ്ങൾ കേട്ടു. പക്ഷെ വീണ്ടും ഞാൻ കേട്ടേക്കാം. പക്ഷെ ഇതുവരെ ഞാൻ കുടിക്കുകയോ ഇതിന്റെ പേരിൽ ആരെങ്കിലും വീണ്ടും കുടിക്കുന്നതോ കണ്ടില്ല. കൂടാതെ ഒന്നിലധികം തവണ ഇതെന്നെ അപ്രതീക്ഷിതമായി അനുഭവിക്കാൻ കാരണമായി. ആത്മീയ വളർച്ച അതാണ് കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ്.
കാരണം ആൽക്കഹോളിക്സ് അനോണിമസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൃത്യമായിട്ട് ഒരു 18 വർഷത്തെ പഴമക്കാരൻ പറയുകയാണ്. മതത്തെക്കുറിച്ചുള്ള സംവാദങ്ങൾ ഞാൻ നിരന്തരമായിട്ട് കേൾക്കുന്നുണ്ട്. അതിന്റെ പേരിൽ എനിക്ക് കുടിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ആത്മീയമായിട്ടുള്ള വളർച്ച ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികൾ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ എന്തു പറയുന്നു എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. കൃത്യമായ രീതിയിൽ അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൽ പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പലർക്കും സുബോധം ഒരു സമ്മാനമാണ്. സ്വമേധയാ സൗജന്യമായി കിട്ടി, സൗജന്യമായി സ്വീകരിച്ചു. നമുക്ക് സൗജന്യമായിട്ട് കിട്ടിയതാണ്. എന്നിട്ടും നമ്മൾ നമ്മുടെ ഭാഗം അത് നിലനിർത്തുന്നതിനായിട്ട് ചെയ്യണം. എന്താണ് നമ്മൾ ഈ സുബോധം നിലനിർത്താനായിട്ട് ചെയ്യേണ്ടത്? ഞാൻ ഇപ്പോഴും ആജ്ഞേയവാദിയാണ്, എന്നാൽ പ്രോഗ്രാം സ്വന്തം ജീവിതത്തിൽ അനുവദിക്കുന്ന ആർക്കും ഇത് പ്രവർത്തിക്കുമെന്ന് ഞാൻ കണ്ടെത്തി. ഒരു ആജ്ഞേയവാദി പറയുകയാണ് അയാളുടെ അനുഭവം. ഞാൻ ഇത് വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക വഴി കണ്ടെത്തിയില്ല. പക്ഷെ ഇത് പ്രവർത്തിക്കുന്നത് സ്വന്തമായി ചില കാര്യങ്ങൾ പ്രോഗ്രാമിനായി ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ അതിന്റെ വഴിയെയാണ്. എന്നാൽ ഇത് കണ്ടെത്തുവാൻ ഒരു പ്രത്യേക വഴിയില്ല, അത് പ്രവർത്തിക്കും. ഞാൻ മനസ്സിലാക്കാൻ തയ്യാറാണെങ്കിൽ അതിന്റെ വഴിയിലൂടെ ആജ്ഞേയവാദിയായ അദ്ദേഹം പറയാണ്. പ്രോഗ്രാം എങ്ങനെയാണ് പ്രവർത്തിക്കുക? അത് പ്രവർത്തിക്കേണ്ട വഴി പ്രത്യേകമായിട്ട് വഴിയൊന്നുമില്ല, അത് പ്രവർത്തിക്കും. ഞാൻ മനസ്സിലാക്കാൻ തയ്യാറാണെങ്കിൽ അത് പ്രവർത്തിക്കും. നമ്മൾ പറയുന്നത് ഇറ്റ്സ് വർക്ക്സ് ഇഫ് യു വർക്ക് ഇറ്റ് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ആദ്യം ചെയ്യേണ്ട കാര്യം ചർച്ച ചെയ്യപ്പെടുന്ന സമൂഹത്തിൽ നിന്നും ഞാൻ രാജിവെക്കുന്നു എന്നതാണ്. അതിനർത്ഥം എന്താ? ഞാൻ കേട്ട കാര്യങ്ങളെല്ലാം അംഗീകരിച്ചു എന്നല്ല ഇത് അർത്ഥമാക്കുന്നത്. വാദിക്കാൻ നിൽക്കാതെ ഞാൻ ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ഉപയോഗിച്ചു. ബാക്കി വരുന്ന ഭാവങ്ങൾ ഭാവി റെഫറൻസിനായിട്ട് ഫയൽ ചെയ്തു. അവശേഷിക്കുന്ന ഭാഗങ്ങൾ ഭാവിയിൽ കേൾക്കുന്ന മുറയ്ക്ക് നിറയ്ക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, ഞാൻ സജീവമായി എൻ്റെ സ്വന്തം ഗ്രൂപ്പിൽ അംഗമായി. അതെന്റെ സ്പോൺസറുടെ ഹോം ഗ്രൂപ്പ് കൂടിയായിരുന്നു. ഞാൻ സ്പോൺസറെ ഉടനടി കണ്ടെത്തി. എനിക്ക് ഇതിനകം അറിയാമായിരുന്നു അതാണ് ഏറ്റവും നല്ല വഴിയെന്നും ഇത്രയും പെട്ടെന്ന് ചെയ്യേണ്ട വഴിയെന്നും. ഞാൻ കണ്ട എന്തൊക്കെ ആത്മീയതയായാലും ഇതിന്റെ പ്രധാന പരിഗണന അല്ലെങ്കിൽ ഉൾപ്പെടുത്തൽ തീർച്ചയായും അത് പരമാവധി സഹമദ്യാസക്തർക്ക് സേവനം ചെയ്യുന്നതായിരിക്കണം. ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്ന സഹമദ്യപാനികൾക്ക്, ഒരുപക്ഷെ അവർ ദുരിതം അനുഭവിക്കുന്ന സഹമദ്യപാനികൾക്കാണെങ്കിലും, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൃത്യമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പ്രോഗ്രാമിൽ പ്രവർത്തിക്കുമ്പോൾ ആത്മീയതയെക്കുറിച്ചും അത് വഹിക്കുന്ന നമ്മുടെ പരിപാടിയെക്കുറിച്ചുമുള്ള മനസ്സിലാക്കലാണ് നടക്കുന്നത്. ഞാൻ ആദ്യം എയിൽ വന്നപ്പോ കരുതിയത് മതവും ആത്മീയതയും ഒന്നാണെന്നാണ്. പക്ഷെ പിന്നീട് ഞാൻ കരുതി മതത്തിനൊരു വിശ്വാസത്തിന്റെ പരിശീലന കടപ്പാടിനെയാണ് അർത്ഥമാക്കുന്നത്. നമുക്കൊക്കെ സംഭവിക്കുന്ന കാര്യം തന്നെയാണ് പിന്നീട് പറയുന്നതൊക്കെ. വിശ്വാസ പ്രകടന എങ്ങനെയാണ് വരുന്നത്? ആത്മീയ വഴി സജീവമായിരിക്കുന്നത്, ജീവൻ നൽകുന്ന ശക്തിയിലൂടെ ജീവിക്കുന്ന ജീവിതം. ഞാനിത് എന്നെക്കാൾ വലിയ ശക്തിയായി വിശ്വസിക്കുന്നു. ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ ഇത് എന്നെക്കാളും വലിയ ശക്തി, ദൈവം, അള്ളാഹു, ഉന്നത ശക്തി, ക്രിയേറ്റീവ് ബുദ്ധി അല്ലെങ്കിൽ ദൈവശക്തി എന്നാണ് പറയുന്നത്. എനിക്ക് പ്രത്യേക മതവിശ്വാസം പരിശീലിക്കാനില്ല. ഞാൻ പ്രത്യേകം പള്ളിയിൽ പോകാറില്ല. സത്യത്തിൽ ഞാൻ കുറെ കാലം വിശുദ്ധ സ്ഥലത്തിരുന്നില്ല. എന്നാൽ ഞാൻ എയുടെ തത്വങ്ങൾ പരിശീലിപ്പിക്കാൻ തുടങ്ങി. ഇതുവഴി എൻ്റെ ഉയർന്ന ശക്തി എനിക്കുള്ളിൽ ജീവിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അത് എൻ്റെ വിശുദ്ധ മന്ദിരമായിരിക്കും. വളരെ കൃത്യമായിട്ട് പറയുക. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തത്വങ്ങളെ ഈ പറയുന്ന കൃത്യമായി പാലിക്കുമ്പോൾ വിശുദ്ധ മന്ദിരമായിട്ട് സ്വന്തം ശരീരം മാറുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം പറയണം. ഒരു തരത്തിലുള്ള ദൈവത്തിലും വിശ്വസിക്കാണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് 1965 എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. സമയം കഴിയും തോറും നമുക്ക് ശാന്തമായി തുടരുകയും പൂർണ്ണമായി അംഗത്വത്തിൽ തുടരുകയും ചെയ്യാൻ കഴിയുമെന്ന് തിരിച്ചറിയാൻ തുടങ്ങി, ഞങ്ങളുടെ വിശ്വാസങ്ങൾ പരിഗണിക്കാതെ. ഇത് നമ്മൾ സമയം ഇനി 10 മിനിറ്റും കൂടിയുള്ളൂ. അപ്പൊ ഞാനിത് കൺക്ലൂഡ് ചെയ്യാണ്. ഇത് കുറച്ചും കൂടി ഉണ്ട് പേജുകളൊക്കെ. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പൂർണ്ണമായിട്ട് ഇതിനെ ഇനി വരുന്ന ജൂത മതത്തിൽപ്പെട്ട ഒരാളെ കുറിച്ചും അതേപോലെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ എന്താ പറയാ പലതരം, ഇത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് ഒരു രീതിയില്ല, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കാര്യങ്ങളല്ല എന്ന് ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഇങ്ങനെ ക്രോഡീകരിച്ചിട്ട് എഴുതിയിരിക്കുകയാണ്. വളരെ കൃത്യമായിട്ട് ബിഗ് ബുക്കിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ബിഗ് ബുക്കിന്റെ അനുബന്ധങ്ങൾ നമ്മൾ പലരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ വായിക്കണം. 214 പേജില് അനുബന്ധം കൊടുത്തിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ പലതവണ ഉപയോഗിച്ചിട്ടുള്ള ആത്മീയ അനുഭവം, ആത്മീയ ഉണർവ് എന്നീ പദങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുമ്പോൾ അവ മദ്യാസക്തിയിൽ നിന്ന് വിടുതൽ നേടുന്നതിന് പര്യാപ്തമായ വ്യക്തി പരിണാമം പല രൂപത്തിൽ ഞങ്ങൾക്ക് തന്നെ വെളിപ്പെട്ടിട്ടുള്ളതാണ്.
കണ്ടോ, ആത്മീയമായ ഉണർവ്. 12ാമത്തെ പടിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ആത്മീയമായ ഉണർവ് 12ാമത്തെ പടിയിൽ പറയുന്നുണ്ട്. എന്താണ് ആത്മീയമായ ഉണർവ് എന്നുള്ളത് 12 എടുത്തിട്ട് 106, 107 പേജുകൾ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഞാനത് വിശദീകരിക്കുന്നില്ല, വിശദീകരിക്കണം എന്നൊക്കെ വിചാരിച്ചാണ്, വിശദീകരിക്കാൻ സമയമില്ല. എന്തായാലും ആത്മീയമായ ഉണർവിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇതില് വേറെ രസകരമായ ഒരു കാര്യം 2ാമത്തെ ഖണ്ഡികയിൽ 3ാമത്തെ ഖണ്ഡിക കിടക്കുന്നുണ്ട്. ആദ്യത്തെ ചില അധ്യായങ്ങളിൽ സത്വരമായ വിപ്ലവാത്മകമായ ചില മാർഗങ്ങളെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. കണ്ടോ, സത്വരമായ വിപ്ലവാത്മകമായ ചില മാർഗങ്ങളെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. അത്തരം ഒരു ധാരണ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല. ദൈവത്തെ കുറിച്ചുള്ള കാര്യമാണ് പറയണത്. പക്ഷേ പല മദ്യപാനികളെയും സംബന്ധിച്ചിടത്തോളം സുഖം പ്രാപിക്കണമെങ്കിൽ അവർ ആക്രാന്തമായ ഒരു ഈശ്വരബോധത്തിലേക്ക് എത്തേണ്ടതുണ്ടെന്നും പെട്ടെന്ന് തന്നെ ചിന്തയിലും സമീപനത്തിലും മാറ്റം വരുത്തേണ്ടതുണ്ടെന്നും അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് എന്ന് കൃത്യമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അനുബന്ധം ആത്മീയ അനുഭവത്തിൽ പറയുകയാണ്. സത്വരമായ വളർച്ചയെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മദ്യപാനികളായ ഞങ്ങൾക്ക് തുടരുന്ന ഈ രൂപാന്തരം ഒരു നിയമമൊന്നുമല്ല. ഇതും കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അറിയാത്ത ആളുകൾ വായിച്ചു നോക്കണം. ഇതൊരു നിയമമൊന്നുമല്ല. ആൽക്കഹോളിക്സ് അനോണിമസിൽ ഞങ്ങൾ മിക്കവരുടെയും അനുഭവം മനഃശാസ്ത്രജ്ഞനായ വില്യം ജെയിംസ് പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ വ്യതിയാനങ്ങളാണ്. ഉണ്ടോ, വിദ്യാഭ്യാസ വ്യതിയാനം എന്ന പദം ഇതിനു മുന്നേ നമ്മൾ ഈ ഒരു പാംലെറ്റ്സിന്റെ തുടക്കത്തിൽ വിദ്യാഭ്യാസ രൂപാന്തരത്തെ കുറിച്ച് പറഞ്ഞു. മനുഷ്യന്റെ മുന്നോട്ടുള്ള പോക്കിന് അവനുണ്ടാകുന്ന വിദ്യാഭ്യാസ വ്യതിയാനമാണെന്ന് പറഞ്ഞത് മനഃശാസ്ത്രജ്ഞനായ വില്യം ജെയിംസ് ആണ്. കാരണം അവ സാവധാനത്തിലുള്ള പുരോഗതിയാണ്. ഓരോ മനുഷ്യനും ഉണ്ടാവുന്ന അവന്റെ ആർജിതമായിട്ടുള്ള ജന്മാർജിതമായ അറിവുകൾ അനുസരിച്ചിട്ട് തന്നെയാണ് ആത്മീയമായ അറിവുകൾ ഉണ്ടാവുക എന്നും ഏതെങ്കിലും തരത്തിലുള്ള ആത്മീയമായ തത്വങ്ങളിൽ മുറുകെ പിടിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുമാണെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം നിങ്ങൾക്ക് നടപ്പിലാക്കാനും അവയിൽ നിന്ന് മദ്യരഹിതമായ സുബോധാവസ്ഥ കൈവരിക്കുകയും, മദ്യരഹിതമായ സുബോധാവസ്ഥ കൈവരിക്കുക എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് ഉണ്ടാവേണ്ട കുറച്ച് മുന്നേക്ക് അതിൽ പറഞ്ഞ രീതിയാണ്. നമ്മൾ വളരെ മാറ്റം സംഭവിക്കും. നമുക്ക് മറ്റുള്ള ആളുകളോടുള്ള പെരുമാറ്റത്തിൽ നമ്മുടെ മാറ്റങ്ങൾ ഉണ്ടാവും, മറ്റുള്ളവരോട് സഹിഷ്ണുത ഉണ്ടാവും. ഏറ്റവും പ്രധാനമായ പ്രോഗ്രാം കാണുന്ന ലവ്, തുടക്കത്തിൽ പറഞ്ഞ സ്നേഹമാണ്, സേവനമാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 36 തത്വങ്ങളുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസുമായിട്ട് ബന്ധപ്പെട്ട സങ്കല്പങ്ങൾ അടക്കം കൂട്ടിയിട്ട് പാരമ്പര്യങ്ങളും തത്വങ്ങളും ഇതൊക്കെ ജീവിതത്തിലേക്ക് നടപ്പിലാക്കാൻ നിരന്തരമായ പരിശീലനം. ഈ പരിശീലനം നമ്മൾ ഓരോ തത്വങ്ങളും നടപ്പിലാക്കുമ്പോൾ വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ മാറും, സമൂഹത്തിൽ നമ്മുടെ കാര്യങ്ങൾ മാറും, മറ്റുള്ള രീതിയിലേക്ക് നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കും. അപ്പൊ നമ്മൾ ആവശ്യമില്ലാത്ത തർക്കങ്ങളിലേക്ക് പോവില്ല. കോഴിയാണോ കോഴിമുട്ടയാണോ ഉണ്ടായത് എന്നുള്ള നമ്മുടെ തർക്കം, നമ്മുടെ പ്രശ്നം എന്താ? മദ്യാസക്തി എന്ന രോഗമാണ്. ഇനിയും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലെ നിരവധി പേര് നമ്മുടെ കൂട്ടായ്മയിലേക്ക് എത്താനുണ്ട് എന്നുള്ളതാണ്. നമ്മൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാതെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. ആത്മീയതയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഈ ഒരു പേജ് 15ഓളം പേജ് ഉണ്ട്. ഈ ഒരു മെനി പാത്സ് ടു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന, അത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയതയെക്കുറിച്ച് സങ്കീർണമായിട്ടൊന്നും പോകേണ്ടതല്ല. ഈ പേജുകളിലൊക്കെ ഒട്ടനീളം വിശ്വാസമുള്ളവർ അവരെങ്ങനെയാണ് ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മദ്യരഹിതമായ സുബോധാവസ്ഥ കൈവരിക്കുക. ഈ മദ്യരഹിതമായ സുബോധാവസ്ഥ കൈവരിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരെ തങ്ങളുടെ വിശ്വാസത്തിലേക്ക് വരുത്താനോ തങ്ങളുടെ വിശ്വാസമാണ് ശരി എന്ന് പറയാനോ ഒന്നുമല്ല പോയത്. അവിടെയൊക്കെ സഹിഷ്ണുത ഉപയോഗിക്കുകയും മറ്റുള്ളവൻ പറയുന്ന അള്ളാഹു എന്ന് പറഞ്ഞാലോ യഹൂദൻ എന്ത് പറഞ്ഞോട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത് അവന്റെ കാര്യമാണ്, അവൻ അങ്ങനെ ആ രീതിയിലാവണമെന്ന് അവനോട് അനുഭാവപൂർവ്വം പരിഗണിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ തത്വങ്ങളിലൂടെ. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയത എന്ന് പറഞ്ഞാൽ തികച്ചും പ്രവർത്തിക്കുന്നതാണ്. ആ പ്രവർത്തിക്കുന്ന ആത്മീയത മദ്യരഹിതമായ സുബോധാവസ്ഥ കൈവരിക്കുകയും മറ്റു മനുഷ്യരെ, സമൂഹത്തിലുള്ള മറ്റു മനുഷ്യരെയും സഹമദ്യാസക്തരെയും അനുഭാവപൂർവ്വം സഹിഷ്ണുതയോടുകൂടി ഏറ്റവും കൂടുതൽ ലവോടുകൂടി നമുക്ക് പ്രവർത്തിക്കേണ്ട ഒന്നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളെ കുറിച്ചും ഈ ഒരു പാംലെറ്റ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ അവസരം തന്ന വിന്നേഴ്സ് ഗ്രൂപ്പിനെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ എന്റെ അറിവില്ലായ്മയായി കണ്ട് ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് വളരെയധികം നീണ്ടുപോയി. എല്ലാവർക്കും ആൽക്കഹോളിക്സ് അനോണിമസ് വിഭാവനം ചെയ്യുന്ന സുബോധ ജീവിതാശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.